പക്ഷേ നമ്മുടെ അകത്ത് ചൂട് പിടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. आज हम सबको मिलकर इधर इकट्ठा होने के लिए प्रभु एक अच्छा मौका दिया, इसलिए मैं प्रभु का धन्यवाद करता हूँ। ഇവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. यहाँ जितना सेवकाई का कार्य और काम चल रहा है उसके वो बातों को याद करते हुए प्रभु का धन्यवाद करता हूँ। സ്തോത്രം ചെയ്യുന്നു. प्रिया बेंजी सर का और उनका परिवार को याद करते हुए परमेश्वर का धन्यवाद करता हूँ। ഡാനിയൽ സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. डैनियल सर को भी याद करते हुए मैं प्रभु को धन्यवाद करता हूँ। ഇവിടെ ബാക്കി ഒത്തിരി പേരുണ്ട്, അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. इधर सेवकाई में और बहुत लोग हैं, सबको प्रभु आशीष देने पाए। ഈ ഇവിടുത്തെ ഈ പ്രസ്ഥാനം ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാണ്. इधर का ये जो संस्था है इस देश के लिए एक आशीर्वाद की बात है। ഇവിടെ വരുന്നത് ഭയങ്കര സന്തോഷമാണ്. मैं इधर आने का समय बहुत खुश होता हूँ। കാരണം ഞാനൊരു ക്യാമ്പ് നടത്തിയപ്പോൾ ഇവിടെ വന്ന കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ്. मैंने इधर एक कैंप एक छोटी सी झुंड एक मीटिंग रखी थी, उस समय इधर आए हुए बच्चे लोग सब लोग बहुत अच्छा गवाही बताया। സാധാരണ അവരെന്തെങ്കിലും ഒരു കുറ്റം എഴുതി വെക്കുന്നതാണ്. ഞങ്ങളെ പിള്ളേരൊക്കെ അവർ എഴുതി വെക്കും, താമസം ശരിയായില്ല, ആഹാരം ശരിയായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ പ്രോഗ്രാമിന് ഒരു കുറ്റമില്ലായിരുന്നു. इधर जो मीटिंग के लिए आए के समय बच्चे लोग बहुत अच्छा गवाही बताया, गवाही बताया तो हर जगह पर जो मीटिंग हम रखता है कुछ तो कुछ कमी के बात है बच्चे लोग लिख के देते थे, खाना का या रहने का कुछ बात है। इधर आने का समय ऐसा कुछ बात नहीं हुआ, കാരണം ഇത് ഒരു ബിസിനസ് അല്ല, ഇതൊരു മിനിസ്ട്രിയാണ്. क्योंकि ये जो संस्था इधर है ये एक बिजनेस या व्यापार नहीं है, एक सेवकाई है। അതുകൊണ്ട് തന്നെ ദൈവത്തിന് ചെയ്യുന്ന പോലെ അവരെല്ലാവരും ചെയ്യും. ये वो लोग ऐसा करता है और इधर का लोग ऐसा सेवकाई करता है, हम मनुष्य के लिए नहीं परमेश्वर के लिए कर रहा है। ഈ സ്ഥാപനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, മേൽമേൽ വർദ്ധിപ്പിക്കട്ടെ, വിശാലമാക്കട്ടെ, ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. मैं सब प्रार्थना करता हूँ प्रभु इस संस्था को आशीर्वाद देने पाए, इधर और अच्छा सेवकाई का काम चलने पाए करके मैं विनती करता हूँ परमेश्वर से। വളരെ വേഗത്തിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. बहुत जल्दी से हम आज की वचन में जाएंगे। എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. एफेसियन को पत्री अध्याय 1 उसका तीसरी वचन। एफेसियन को पत्री 1 का तीसरी वचन। സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. एफेसियन को पत्री अध्याय 1 का 3 हमारे प्रभु यीशु मसीह से परमेश्वर और पिता धन्यवाद हो कि उसने हमें मसीह में स्वर्गीय स्थानों में सब प्रकार की आत्मिक आशीष दी है। സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ നിറച്ചിരിക്കുന്നു. स्वर्गीय स्थानों में सब प्रकार की आत्मिक आशीष से प्रभु हमें भरा है। हालेलुया. നമുക്ക് അനുഗ്രഹത്തെ പറ്റി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. आशीर्वाद के बारे में सुनने के लिए हम बहुत पसंद करते हैं। ദൈവത്തിന്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുണ്ട്. परमेश्वर की आशीष कितने लोग पाना चाहता है? നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ദൈവം അനുഗ്രഹിക്കണം. प्रभु हमको आशीर्वाद करने करके हम सब लोग चाहता है। ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ലോകത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. परमेश्वर के आशीर्वाद के बारे में बताया तो सबसे पहले इस दुनिया का कुछ चीजें हमारे मन में याद आता है। തീർച്ചയായിട്ടും അനുഗ്രഹമുണ്ട്. ऐसा वाला आशीर्वाद हमको मिलता है जरूर, പക്ഷെ അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. उससे भी बढ़कर उससे भी ऊंचा स्थान पे और एक आशीर्वाद की बात है। ആ അനുഗ്രഹത്തിന്റെ പേരാണ് സ്പിരിച്വൽ ബ്ലെസ്സിംഗ്, ആത്മീക അനുഗ്രഹം. वो आशीर्वाद की बात है आत्मिक आशीर्वाद या स्पिरिचुअल ब्लेसिंग। അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. वो सबसे बड़ा है। ദൈവം നിനക്ക് തന്ന അനുഗ്രഹത്തെ നീ അറിയണം. आपको परमेश्वर ने दिए हैं वो जो आशीर्वाद को आप जानने का जरूरत है। നിങ്ങളെ ഞാൻ ദൈവവചനത്തിന്റെ ഏറ്റവും ബേസിക് കാര്യം നിങ്ങളോട് പറയാമോ? बच्चे लोग और बड़े लोगों के लिए है वचन का सबसे मुख्य बातें और सबसे मुख्य बातें मैंने आपसे बताना चाहता हूँ। ഇത് അറിഞ്ഞാൽ നീ രക്ഷപ്പെടും. ये जान लिया तो आप लोग रक्षा पाया है और आपको छुटकारा मिला। ഇതാണ് നീ അറിയേണ്ടത്. ये ही आप जानने का जरूरत है। ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് നീ അറിഞ്ഞാൽ നീ രക്ഷപ്പെടും. बाकी कोई भी आप नहीं जाने तो भी परमेश्वर आपके लिए जो किया है वो आप जाना तो आप उधर पाया है। ഹല്ലേലൂയ, हालेलुया। ഈ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ 7 അനുഗ്രഹങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. एफेसियन का पत्री अध्याय 1 का अंदर आपको पढ़ने के समय परमेश्वर का 7 अलग-अलग प्रकार का आशीर्वाद के बारे में लिखा है। നിങ്ങൾ വായിച്ചാൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കിട്ടുമായിരിക്കും. आपने पढ़ के देखा तो और ज्यादा मिलेगा शायद। ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട 7 അനുഗ്രഹങ്ങളുണ്ട്. जब मैंने पढ़ा था उस समय मुझे मुख्य रूप से 7
आशीर्वाद की बातें मैंने पढ़ा। അതെല്ലാം ഇന്ന് രാത്രി പറയാൻ പറ്റുന്നില്ല. वो सारी बातें आज का रात में बताना नहीं होगा, ഞാൻ ശ്രമിക്കാം. फिर भी मैं कोशिश करता हूँ। Praise the Lord. हालेलुया। ഇത് അറിയേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ये हम जानने का एक मुख्य विषय के बारे में हम बात कर रहा है। അതിൽ ഒന്നാമത്തെ നമുക്ക് ദൈവം തന്ന ഒന്നാമത്തെ ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് എന്താണെന്ന് അറിയാമോ? നാലാമത്തെ വാക്യമാണ്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. हमको मिलने का और हमको ये जो आशीर्वाद जरूर मिलना है और पहले ही मिलना है, वो वचन 4 में लिखा है, जैसे उसने हमें जगत की उत्पत्ति से पहले उनमें चुन लिया कि हम उसकी निकट प्रेम में पवित्र और निर्दोष हो। ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രീഡെസ്റ്റിനേഷൻ ആണ്. മുൻനിർണയം. पहले जो आशीर्वाद है प्रीडेस्टिनेशन, मतलब होने वाला बात होगी या हम कहां पहुंचेगा उसके बारे में जानकारी करना। എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം നിന്നെ കണ്ടു. അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ്. इसका मतलब ऐसा है, इस दुनिया को रचने का पहले, दुनिया को बनाने से पहले ही परमेश्वर आपको देख लिया है। നീ രക്ഷിക്കപ്പെട്ടപ്പോഴല്ല കർത്താവ് നിന്നെ അറിഞ്ഞത്, നിന്റെ അമ്മയും അപ്പനും നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ്, ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു. जब तू उद्धार में आया तब से परमेश्वर आपको जानता नहीं है। जब आपका मम्मी और माता और पिता आपके लिए सोच रहा था, उसकी पहले, इस जगत की सृष्टि से पहले ही परमेश्वर आपको जान लिया है। ഇന്ന് നീ ഈ മീറ്റിംഗിനകത്ത് വന്നിരിക്കുന്നത് ആക്സിഡന്റൽ അല്ല, ദൈവത്തിന്റെ പർപ്പസിനകത്താണ് ഇരിക്കുന്നത്. आप लोग इस जुड़ने में आकर इसलिए बैठा है, वही ऐसा एक छोटी सी बातें नहीं है, ये परमेश्वर की योजना में था, इसलिए आप लोग इधर आज वचन सुन रहा है। ചുമ്മാ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ വന്നതല്ല, ദൈവം നിന്നെ ഇന്നത് കേൾപ്പിക്കാൻ ഇതിനകത്ത് കയറ്റിയിരുന്നേക്കുവാ. ऐसा जगह में मीटिंग करके सुन के आप लोग नहीं आया है, आपको परमेश्वर ने उनकी योजना में लेकर आकर इधर बिठाया है। അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. ये परमेश्वर आपको जगत की स्थापना से पहले ही आपको चुन लिया। 139 സങ്കീർത്തനം 15 വാക്യം പറയുന്നു, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാകപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. भजन संहिता 139 उसका 15 वचन हमें ऐसा सिखाता है, जब मैं गुप्त में बनाया जाता और पृथ्वी के नीचे स्थान में रचा जाता था, तब मेरी हड्डियां तुझसे चिप ना थी। നിങ്ങൾ ശ്രദ്ധിക്കണേ, അടുത്ത വാക്യം 16 വാക്യം ശ്രദ്ധിക്കണം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. और 16 वचन आप लोग जरूर ध्यान देना, तेरी आंखों ने मेरे बेड़े तत्व के देखा और मेरे सब अंग को दिन बनाते जाते थे, वो रचे जाने से पहले तेरी पुस्तक में लिखे हुए थे। എംബ്രിയോ ആയിരുന്നപ്പോൾ നിനക്ക് ഷേപ്പ് ഇല്ലായിരുന്നപ്പോൾ, ഇപ്പൊ നിനക്ക് കണ്ണും മൂക്കും ചെവിയും ഒക്കെ ഉണ്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കുവാണ്, നീ ഒരു ഷേപ്പ്ലെസ് ഫോമിൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോഴേ ദൈവത്തിന്റെ പർപ്പസ് നിന്റെ മേലുണ്ട്. आप लोग का कोई रूप नहीं था, अब आपका मां के गर्भ में था, उसकी और समय से ही परमेश्वर का एक उद्देश्य आपके जीवन में रखा है। അവിടെ കൊണ്ട് സങ്കീർത്തനക്കാരൻ നിർത്തുന്നില്ല, കുറച്ചുകൂടെ പുറകോട്ട് പോവാണ്. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. भजन संगीतकार और ऐसा बताता है, वो नियुक्त करने का वही समय में इस दुनिया में कुछ नहीं था, खाली था, उस समय से आप मुझे जान लिया है, वो बातें लिख के रखा है। ഒരു നിയമിക്കപ്പെട്ട നാളുണ്ട് നിനക്ക്. आपके लिए नियुक्त होने वाला एक दिन तो जरूरी है। എന്താണെന്ന് അറിയാമോ? और कब होगा आपको पता है? നിന്റെ അപ്പനും അമ്മയും ഉണ്ടാകുന്നതിന് മുമ്പ്, നിന്റെ അപ്പച്ചൻ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ലോകത്തിൽ നിന്നെ കുറിച്ച് എല്ലാവരും അറിയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഹൃദയത്തിൽ നീ ഉണ്ടായിരുന്നു. आपका माँ बाप का जन्म होने से पहले, दुनिया में आप लोगों का नाम सुनाई देने से पहले और आपको लोग जानकारी करने से पहले परमेश्वर आपको जानकारी किया है, परमेश्वर आपके बारे में सब कुछ पता है। അതുകൊണ്ട് ഈ ക്രൂശിന്റെ സ്നേഹം നീ അറിഞ്ഞു. इसलिए इस क्रूस का प्रेम आप लोग भी जानने पाया। परमेश्वर की स्तुति। വെളിപ്പാട് പുസ്തകം 13:8 പറയുവാണ്, വെളിപ്പാട് പുസ്തകം 13:8 ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും.
അവിടെ ആദ്യത്തെ ഭാഗം മാത്രം എടുക്കുക. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട്. प्रकाशित वाक्य इसका 13वां अध्याय 8 वचन में ऐसे लिखा है, पृथ्वी के और सब रहने वाले जिनके नाम उस मेमने के जीवन की पुस्तक में लिखे गए नहीं गए, जो जगत की उत्पत्ति के समय से गात हुआ है, उस पशु की पूजा करेंगे. യേശു ക്രൂശിക്കപ്പെട്ടത് 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവിന്റെ ഹൃദയത്തിൽ ക്രൂശീകരണം സെറ്റായിരുന്നു. यीशु मसीह सूली पर 2000 साल पहले नहीं चढ़ा. इस दुनिया का और पिता के मन में जो बात था वही समय में ये सब कुछ हुआ था. എങ്ങനെ ഈ പാപം വന്നത്? എങ്ങനെ ഈ പാപം മനുഷ്യരിലേക്ക് വന്നത്? दुनिया में इंसान की जीवन में पाप कैसे आया? നമുക്ക് എല്ലാവർക്കും അറിയാം, ആദമും ഹവ്വയും പാപം ചെയ്തപ്പോഴാണ് പാപം പ്രവേശിച്ചത് മനുഷ്യരാശിയിൽ. हम सब ये जानते हैं, आदम हवा ने पाप किया और समय से लेकर पाप इंसान के जीवन में प्रवेश किया. ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവത്തിന് വലിയ ഷോക്കൊന്നും ഉണ്ടായില്ല. आदम और हवा पाप करने के समय परमेश्वर को और कुछ बड़े नहीं लगा, ബിക്കോസ് ദൈവത്തിന് അറിയാവുന്നത് സംഭവിക്കും. क्योंकि परमेश्वर ये बात जानते थे ऐसा होगा. അതിനു മുമ്പേ ലോകസ്ഥാപനത്തിന് മുമ്പേ അതിന്റെ സൊല്യൂഷൻ ദൈവം ആദ്യം കണ്ടു. इस दुनिया के जगत को बनाने से पहले ही ये सब बातों के लिए एक सॉल्यूशन को, एक जवाब को परमेश्वर ने ढूंढ लिया था. പ്രശ്നം വരുമ്പോഴാണ് മനുഷ്യൻ സൊല്യൂഷൻ കാണുന്നത്. कुछ समस्या आने का समय इंसान उनका जवाब के लिए ढूंढता है. ദൈവം നേരെ തിരിച്ച സൊല്യൂഷൻ ആദ്യം കാണും. परमेश्वर और थोड़ा अलग है, पहले ही जवाब उनको मिल जाता है. ഒരു ദൂത് പറയാം, നിന്റെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ സൊല്യൂഷൻ ദൈവത്തിന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. एक संदेश आपके लिए बताना चाहता हूँ, आपके जीवन में कुछ मुसीबत आने का समय ये बातें याद रखना, उसकी जवाब परमेश्वर के हाथों में है. നീ കാണുന്നത് പ്രശ്നത്തെയാ, ദൈവം കാണുന്നത് പരിഹാരത്തെയാണ്. आप लोग समस्या को देखा होगा, परमेश्वर उसका उत्तर को देखा है. എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവസന്നിധിയിലുണ്ട്. आपका सारे समस्याओं का, मुसीबतों का जवाब परमेश्वर की चरणों में है. ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. उससे सबसे बड़ा उदाहरण बोला था वही है परमेश्वर यीशु मसीह का क्रूस. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം തട്ടിക്കൂട്ടിയെടുത്ത പരിപാടിയല്ല യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. इंसान पाप करने का समय परमेश्वर ने ऐसे ही एक कहानी के रूप में बनाया नहीं था यीशु मसीह का क्रूस. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവപുത്രൻ ക്രൂശിക്കപ്പെടുന്നത് ഉണ്ടായിരുന്നു. परमेश्वर का हृदय के अंदर परमेश्वर का पुत्र का क्रूसीकरण का सारी योजना पहले से ही था. ഹല്ലേലൂയ. परमेश्वर के स्तुति हो. പത്രോസ് 1:20 പറയുന്നു, 1 പത്രോസ് 1:20, അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും, ആരെക്കുറിച്ചാ? യേശുവിനെ കുറിച്ചാ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും. पहला पत्रस उसका पहला अध्याय 20 वचन में लिखा है, उसका जान तो जगत की उत्पत्ति से पहले से ही जान गया था, पर अब इस अंतिम युग में तुम्हारे लिए प्रकट हुआ. അപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള പ്ലാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാമോ മക്കളെ? കഴിഞ്ഞകാല നിത്യത അന്ന് ദൈവം നിങ്ങളെ പറ്റി പ്ലാൻ ചെയ്തു. എന്തിനു വേണ്ടിയാ? വരുംകാല നിത്യത വരെ. കണ്ടോ ഇത്ര വലിയ പ്രോജക്റ്റ് ആ ദൈവത്തിന്റെ. परमेश्वर आपके बारे में कब से लेकर योजना बनाई है. अगर हम सोच के देखा तो वो जो बीते हुए आनंद काल से लेकर आने वाला आनंद काल का समय तक परमेश्वर आपके लिए सोच के रखा है. कितना बड़ा महत्वपूर्ण बात है. ദൈവത്തിന്റെ വലിയ പ്ലാനുകൾക്ക് മക്കളെ നിങ്ങളെല്ലാവരും ഉണ്ട്. परमेश्वर का सबसे बड़ा योजना में मैं और आप जुड़ा है. നിങ്ങളെ ദൈവിക സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് വെറുതെ അല്ല. अब भाई लोग और बहन लोग, आपको इधर परमेश्वर ने ऐसे ही लेके नहीं आया. എനിക്കാരുമില്ല, എന്റെ ലൈഫിൽ ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നീ ഉണ്ട്. आप लोग सोचा होगा मेरे लिए मदद करने के लिए कोई नहीं है, मेरे लिए कोई नहीं है करके सोचा होगा. फिर भी ये बातें याद रखना, परमेश्वर की योजना आपके जीवन में है, परमेश्वर की उद्धार है. ഇതിനകത്ത് ഇരിക്കുന്ന ആരെങ്കിലും വിചാരിക്കും എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, എനിക്കൊരു കഴിവില്ല, എനിക്കാരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുവാണ്, മുതിർന്നവരെ നിങ്ങളോട് പറയുവാണ്, ആരും നിനക്കില്ലെങ്കിലും നിന്നെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. आप लोग ऐसा सोचा होगा मुझसे कुछ नहीं होगा, मेरे लिए कुछ ना और कुछ काम में नहीं कर सकता करके सोचा, तो आप लोग से संदेश ये है, इस जगत की सृष्टि से पहले से ही परमेश्वर का वो योजना आपके जीवन में है. ഒന്നാമത്തെ
ദൈവത്തിന് നമ്മുടെ മേൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹം എന്താണെന്നറിയാമോ? ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള തെരഞ്ഞെടുപ്പിനകത്ത് നീ ഉണ്ടായിരുന്നു. पर सबसे बड़ा वो एक अनुग्रह आशीर्वाद परमेश्वर हमारे लिए रखा है। इस जगत की सृष्टि से पहले ही परमेश्वर आपको चुन कर रखा था। इसलिए आप यीशु मसीह को जान लिया, इसलिए आप लोग यीशु मसीह से प्यार करते हैं। हालेलुया, परमेश्वर का स्तुति हो। രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്നറിയാമോ? അവൻ നമ്മളെ ദത്തെടുത്തു. परमेश्वर का दूसरा आशीर्वाद ये है, उन्होंने हमको गोद लिया है। തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. വാക്യം 5 ऐसा लिखा है, उनकी मर्जी के अनुसार यीशु मसीह के द्वारा हमको गोद लिया है। നമ്മളെ കർത്താവ് ദത്തെടുത്തേക്കുക. बच्चे लोग को ये जानने की जरूरत है, परमेश्वर हमको अपना लिया है। എന്ന് പറഞ്ഞാൽ നിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ആയി. मतलब ये है आपका मालिक अभी चेंज हुआ, बदल गया। ഓണർഷിപ്പ് ഒരു വണ്ടി വിൽക്കാൻ നേരം എന്തുവാ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ വണ്ടി വിൽക്കാൻ നേരം ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യും. ये गाड़ी बेचने का समय आप लोग देखा होगा, उसका जो मालिक कौन है और पहले नाम से दूसरी मालिक का नाम में बदल देता है। നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു, അവർ ആദ്യം എന്താ ചെയ്യുന്നത്? ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യും. आप लोग एक पुराना या सेकंड हैंड गाड़ी लिया तो सबसे पहले यही करता है, उनका मालिक का नाम बदल देता है। ആ വണ്ടി കൊണ്ട് നിങ്ങൾ എവിടെ ഇടിച്ചാലും അതല്ലെങ്കിൽ ഓണർഷിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കേസ് പോകുന്നത് ആദ്യത്തെ ഓണറിന്റെ പേരില്ല. अगर ऐसा नहीं किया तो आप लोग वहां पे जाकर टक्कर मारा तो जो पहला मालिक है उनका ऊपर केस लग जाएगा। നിന്റെ ഓണർ ചേഞ്ച് ആയിട്ടുണ്ട്. आपका भी मालिक बदल गया है। अभी നിന്റെ സകലത്തിന്റെ ഉത്തരവാദിത്വം ദൈവമാണ്. अभी आपके जीवन की सारी काम का और सारी बातें करने का करते हुए परमेश्वर का है। എങ്ങനെ നമ്മളെ ദത്തെടുത്തേക്കുന്നത്? എന്തായിട്ടാണ് ദത്തെടുത്തേക്കുന്നത്? हमको कैसा उन्होंने अपना लिया या गोद लिया? कैसे लिया? മക്കളായിട്ട് ദത്തെടുത്തേക്കുക. उनकी संतान की समान उनको गोद लिया है। ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ മകനും മകളുമായിട്ടാണ് നിങ്ങളെ ദത്തെടുത്തേക്കുന്നത്. इस दुनिया को रचने वाला परमेश्वर का बेटा और बेटी का रूप में मुझे और आपने उन्होंने परमेश्वर ने अपनाया है। അതുകൊണ്ടാണ് യോഹന്നാൻ 1 പറയുന്നത്, അവനെ കൈക്കൊണ്ട് 1:12 അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. इसलिए यूहन्ना सुसमाचार उसका ये पहला अध्याय उसका 12वें वचन में ऐसा 12वें वचन में ऐसा लिखा है, 12वें वचन में ऐसा लिखा है, परंतु जितने में उसे ग्रहण किया उसने उन्हें परमेश्वर का संतान होने का अधिकार दिया। യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ, अगर आप लोग अपने हृदय में यीशु मसीह को अपना लिया तो स्वीकार किया तो, മക്കളെ എഴുതുന്നവരൊക്കെ ഇങ്ങോട്ട് നോക്കിക്കേ. जो लोग लिख रहा है आप लोग इधर ध्यान देना, എല്ലാവരും ശ്രദ്ധിച്ചേ. आप लोग इधर हमें देखना। നിങ്ങൾ യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു പൊസിഷനാണ് ദൈവത്തിന്റെ മോള്, ദൈവത്തിന്റെ മോള്. जब से आप लोग परमेश्वर का अपना हृदय में स्वीकार करेगा, परमेश्वर आपको एक स्थान देगा। वो स्थान ये है, वो मेरा बेटा है, वो मेरा बेटी है करके स्थान देगा। എങ്ങനെ സ്വീകരിക്കുന്നത് അറിയാമോ? എങ്ങനെ സ്വീകരിക്കുന്നത് അറിയാമോ? कैसा हमको स्वीकार करते पता है? യേശു കർത്താവേ, यीशु मसीह എന്റെ ഹൃദയത്തിൽ വരണേ. मेरा हृदय में आप आना। നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് അറിയായിരിക്കും, आप लोग यीशु मसीह के बारे में जानता है, പക്ഷെ നിങ്ങൾ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചിട്ടില്ലായിരിക്കും. आप लोगों का हृदय में यीशु मसीह का जन्म नहीं हुआ होगा। ജനിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വീണ്ടും ജനനം. वो जन्म यीशु मसीह आपका हृदय में जन्म लेने का वो जो अवस्था को हम ऐसा बुलाता है नया जन्म। വേറൊരു ഭാഷ പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന് പറയും. दूसरी बातों में बताया तो उद्धार में आना। വീണ്ടും ജനനം പ്രാപിച്ചിട്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. बच्चे लोग और बड़े लोग ये समझना है, हम उद्धार नहीं पाया तो स्वर्गीय राज्य में प्रवेश करना नहीं होगा। പാട്ടൊക്കെ പാടാം, इधर बैठकर गाना गा सकता है, നല്ലൊരു ബൈബിൾ വായിക്കുന്നത്, बाइबल पढ़ सकता है, പക്ഷെ നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ, फिर भी बताता हूँ आप लोग नया सिरे से जन्म नहीं लिया तो, യേശു നിങ്ങളുടെ അകത്ത് ജനിച്ചില്ലെങ്കിൽ, यीशु मसीह आपका अंदर नहीं जन्म नहीं लिया तो സ്വർഗ്ഗത്തിൽ പോകില്ല. आप लोगों को स्वर्गीय राज्य में प्रवेश करना नहीं होगा। ഹല്ലേലൂയ. हालेलुया। പരീക്ഷയിൽ തോറ്റാൽ നമുക്ക് ഒന്നുകൂടെ എഴുതാൻ പറ്റും. अगर बच्चे लोग सबके लिए ये बात है, एग्जाम हो रहा, परीक्षा में फेल हार चुका तो फिर लिख सकता है। രണ്ടാം ക്ലാസ്സിൽ തോറ്റാൽ പിന്നെ എഴുതാം. दूसरी कक्षा में हार गया तो फिर लिख सकता है। 10ാം ക്ലാസ്സിൽ തോറ്റാൽ റീ എക്സാമിനേഷൻ ഉണ്ട്. 12वीं एग्जाम में फेल हो हार माना तो फिर भी लिख सकता
सकता है, +2 ന് തോറ്റു കഴിഞ്ഞാൽ റീ എക്സാമിനേഷൻ ഉണ്ട്, और 12वीं कक्षा में फेल हुआ तो फिर लिख सकता है, നീറ്റ് എക്സാമിന് തോറ്റാൽ റീ എക്സാമിനേഷൻ नीट ഉണ്ട്, का परीक्षा में फेल हुआ तो फिर एग्जाम है, നിങ്ങൾ IAS ന് പഠിക്കുമ്പോൾ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ എക്സാമിനേഷൻ, IAS पढ़ने के समय हार गया तो फिर री एग्जाम है। കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ആ ശബ്ദം നീ കേട്ടില്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് ഇല്ല। फिर भी ये बात है, परमेश्वर का ध्वनि जब आएगा उस समय आप लोगों आवाज को नहीं सुना तो फिर और एक बार मौका नहीं है। മക്കളെ, കർത്താവിന്റെ വരവിൽ നിങ്ങൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് ഇല്ല। പിന്നെ परमेश्वर के आगमन के समय में उस समय आप लोगों का मेघारोहण नहीं हुआ तो और दूसरी मौका नहीं मिलेगा। അതുകൊണ്ട് ആത്മീയത അത്ര സീരിയസ് ആയിട്ട് തന്നെ വേണം। इसलिए आप लोगों को आत्मिकता के बारे में बहुत अच्छा से सोचने की जरूरत है। ചില കുഞ്ഞുങ്ങൾ എന്നോട് പറയും, ഞാൻ പ്രേയറിന് കയറാൻ പറയുമ്പോൾ ചില പിള്ളേർ പറയും, कुछ लोग मुझे प्रार्थना में जाने के लिए बोला तो ऐसा बताता है, मुझे टाइम नहीं है करके बताता है, मुझे बहुत पढ़ने का काम है करके बताता है, मुझे बहुत काम करने का है, मैं एग्जाम के लिए पढ़ रहा हूँ, मैंने कुछ कर रहा हूँ, मैंने और कुछ कर रहा हूँ। मैंने आप लोगों से बताना चाहता हूँ, आप लोगों को एग्जाम के लिए तैयारी होगा, आपका काम होगा पढ़ाई का, आपका ऊपर बहुत दबाव होगा पढ़ाई का, आप प्रभु का समय को और कुछ काम के लिए नहीं देना, पर यीशु मसीह का सबसे मुख्य स्थान देना, एक अच्छा उन्नति में परमेश्वर आपको लेके जाएगा। परमेश्वर की स्तुति हो। कितने लोग प्रार्थना करते हुए पढ़ने के लिए बैठता है, शायद कक्षा में आप सबसे पीछे होगा, आपको पढ़ाई भी नहीं होगा। പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങളെ ചലഞ്ച് ചെയ്യണം, നിങ്ങളോട് ഞാൻ പറയുവാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പഠിച്ചു നോക്കിക്കേ, കർത്താവിന്റെ സന്നിധിയിൽ കുറച്ചു നേരം വർഷിപ്പ് ചെയ്തിട്ട് പഠിച്ചു നോക്കിക്കേ, ദൈവം നിങ്ങളുടെ ബുദ്ധിയെ തുറക്കും। मैं आपसे बताना चाहता हूँ, प्रार्थना के साथ पढ़ने के लिए बैठना, प्रभु आपका बुद्धि को खोल के देगा। जो संदेश मेरे हाथों में था, परमेश्वर मुझे वहाँ से बदल के लेके जा रहा है। मैं बच्चे लोगों से बताना चाहता हूँ, पुराने नियम में एक राजा की बात है, उनके नाम है सुलेमान। उनका पिता के समान बहुत काम नहीं कर पाता था, उन्होंने परमेश्वर से प्रार्थना किया, परमेश्वर मुझे ये लोगों को अगवा करने का एक अच्छा शक्ति और सामर्थ नहीं है, परमेश्वर मुझे अच्छा ज्ञान का एक हृदय को देना। ദൈവത്തിന് കഴിയുമെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളുടെ ബുദ്ധിയെ തുറക്കാനും ഉന്നതമായ ഭാവി തരാനും ദൈവത്തിന് उनका ज्ञानी में से ज्ञानी बनाने के लिए परमेश्वर से शादी है, तो आप लोगों को भी ऐसा बनाने के लिए परमेश्वर से शादी है। फिर भी बात ये है, पहला बात है और पहला स्थान आपके जीवन में परमेश्वर को देना। यीशु मसीह होना है मेरे जीवन में पहला स्थान। പ്രാർത്ഥനയിൽ നമ്മുടെ ദൈവവചനം വായിക്കുന്നതിൽ നിന്നൊക്കെ നമ്മളെ തിരിച്ചു കളയാൻ പിശാച് പല 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 സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. പക്ഷേ നമ്മൾ ഒന്നാം സ്ഥാനം പ്രാർത്ഥനയ്ക്ക് കൊടുത്ത്, ദൈവവചന ധ്യാനത്തിന് കൊടുത്ത്, കർത്താവുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നതിന് കൊടുത്ത് ദൈവം നിങ്ങളുടെ ഭാഗ്യം മാറ്റും. वचन पढ़ने से, प्रार्थना करने से और घुमा के लेके जाने के लिए अलग अलग बातें शैतान लेके आएगा, फिर भी अब प्रार्थना के लिए, वचन पढ़ने के लिए मुख्य स्थान देते हुए जाना है। आप भी डर जाएगा, ऐसा वाला एक भविष्य आपको प्रभु ने देगा। मैं बहुत देखा हूँ बच्चे लोगों, ഏപ്രിൽ മെയ് മാസം കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും പോയി. अप्रैल और मई महीने का समय में कासरगोड से लेकर और कन्याकुमारी तक अलग अलग जिले में मैंने केरल में कैसे यात्रा किया है। 14 ജില്ലയിൽ मीटिंग 14 जिला है, वहाँ जवान लोगों के लिए मैंने मीटिंग रखा है। बहुत बच्चे लोगों मैंने दे चुका हूँ। മൊബൈൽ അഡിക്ഷനിലാണ്, പലരും പാപത്തിന്റെ പല 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 കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ട് കിടക്കുന്ന പിള്ളേരാണ്. अलग अलग बच्चे लोग ऐसा है, कुछ लोग मोबाइल से एडिक्टेड है और अलग अलग बातों पर, मुद्दे पर वो लोग फंसा हुआ है। 12 വയസ്സുള്ള 12 महीने का एक लड़का കൊല്ലത്ത് ഞാൻ മീറ്റിംഗ് നടത്തുമ്പോൾ 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൗൺസിലിംഗിന് കൊണ്ടുവന്നേക്കാം. 12 उम्र का एक लड़का को काउंसलिंग के लिए लेके आया कोल्लम में। അവന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? उनका समस्या ये है,
ചിത്രങ്ങൾ നഗ്ന വീഡിയോസ് കാണുന്നതാണ് उनका समस्या है, उन्होंने उनका मोबाइल के अंदर जो गंदे वीडियो और गंदा नक्शा है, फोटो है, वो देखने की एक आदत है। 12वीं उम्र का लड़का है। ഞാൻ അവരോട് സംസാരിക്കുന്നത് പോലെ കണ്ണിങ്ങനെ തുളുമ്പുന്നത് ഞാൻ കണ്ടു. मैंने उनसे बातें करना शुरू किया, उनका आंखों से आंसू आने लगा। നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പലതും നിങ്ങളുടെ മുമ്പിൽ പിശാച് കൊണ്ടുവരും. ഇവരാരും കാണുന്നില്ലായിരിക്കും, പക്ഷെ നിങ്ങളെ കാണുന്ന ദൈവമുണ്ട്. परमेश्वर से दूर करवाने वाला बातें पर शैतान ने आपका जीवन में लेके आएगा, आपका अध्यापक लोग नहीं देख पाएगा, फिर भी परमेश्वर सब बातें देख रहा है। ഈ ചെറുപ്രായത്തിൽ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കാമോ? यही जो उम्र में आप लोग आपका जीवन परमेश्वर के लिए देना चाहते तो ഈ ചെറുപ്രായത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് വളരാമോ? आपका इसी उम्र में परमेश्वर का रिश्ता में बढ़ने चाहते तो നീ ചിന്തിക്കാത്ത സ്വപ്നം കാണാത്ത ഭാവി ദൈവത്തിന് നിനക്ക് തരാൻ പറ്റും. आप सपना नहीं देखा होगा, चिंता नहीं किया होगा, ऐसा वाला भविष्य में प्रभु आपको लेके जाएगा। എനിക്കറിയാം ഈ കുഞ്ഞുങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ आप लोग ये हृदय में ग्रहण करता है। യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി വിരിയട്ടെ. यीशु मसीह के नाम में आप लोगों का भविष्य अच्छा से आने पाए। അപ്പോൾ രണ്ടാമത്തെ ദൈവത്തിന്റെ അനുഗ്രഹം എന്താ അറിയോ? നമ്മളെ ദത്തെടുത്തു. परमेश्वर का दूसरा आशीर्वाद ये है, परमेश्वर हमें अपनाया है या उनकी संतान बनाया है। ഈശോയുടെ മകളായിട്ട് മകനായിട്ട് നമ്മൾ ദത്തെടുക്കുക. यीशु मसीह और जो पिता का बेटा और बेटी का स्थान में हमें गोद लिया है। ഗലാത്യ ലേഖനം പറയുന്നു അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യം ദൈവം. गलातियों का पत्र ये सिखाता है, अब्बा पिता करके बुलाने के लिए प्रभु हमको आजादी दिया है। അപ്പാ പിതാവേ എന്ന് ഡാഡി എന്ന് വിളിക്കാം. अब्बा पिता मतलब है मेरे पिता करके। ദൈവത്തെ അപ്പച്ചാ എന്ന് വിളിക്കാം. परमेश्वर को वो मेरे पिता करके, बापू करके बुलाने का मौका दिया है। യേശു കർത്താവിനെ അപ്പായേ എന്ന് വിളിക്കാം. परमेश्वर यीशु मसीह को बाप करके बुलाने के लिए എത്ര കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പായേ എന്ന് വിളിച്ച്. कितने लोग ऐसा बुलाकर प्रार्थना करता है। നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ സ്വഭാവം ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ കൊച്ചു മനസ്സ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും വലുതായിട്ട് അറിയത്തില്ലായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ യേശുവിനെ അപ്പായേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കുക. കുഞ്ഞുങ്ങളെ ലൈഫ് ഇതിലേക്ക് വലിയ ചേഞ്ചസ് കൊണ്ടുവരും. अगर आप लोगों को पता नहीं है तो आज से लेकर पिता करके उनको बुलाते हुए प्रार्थना करना, एक बड़ा बदलाव प्रभु आपका जीवन में लेके आएगा। കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വലിയ പാപങ്ങളുണ്ട്. मैं बताना चाहता हूँ हम सबका जीवन में पाप तो है। എന്നാൽ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ, എന്റെ ജീവിതം യേശുവിന് തരുമെന്ന് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ റെക്കോർഡ് ചെയ്തു വെക്കും, നീ വീണ്ടും ജനിച്ചിരിക്കുന്നു. अगर हम हमारा पाप को कबूल करते हुए प्रभु परमेश्वर मुझे उद्धार करना और उद्धार देना, मुझे माफी देना करके स्वीकार किया तो उनका आपका हृदय में उन्होंने स्वर्गीय राज्य में आपके बारे में लिखना शुरू करता है। ഇരിക്കുന്ന ആരെങ്കിലും ബൈബിളിലെ വലിയ വലിയ വെളിപ്പാട് പുസ്തകം കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. ഞാൻ അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിനകത്തെ ആത്മീയ വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയിക്കും. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുക, സിമ്പിൾ ആയിട്ട് പറയാം, നീ വീണ്ടും ജനിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്നില്ല. आप इस बैठने वाला लोगों को प्रकाशित वाक्य और बड़े बड़ा वचन जानकारी हुआ होगा, आपको पता होगा, फिर भी आपने नया सिरे से जन्म नहीं लिया तो स्वर्ग राज्य में प्रवेश मना किया है। നീ പള്ളിയിൽ പോകുന്നുണ്ടോ, ഓഫറിംഗ് കൊടുക്കുന്നുണ്ടോ, കമ്മിറ്റിക്കകത്തുണ്ടോ, അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും. आप कलीसिया में जाते हो, कमेटी में हो, झुंड में हो, मीटिंग में जाते हो, ये सब बातें बिल्कुल कोई काम का नहीं है। आप नए सिरे से जन्म नहीं लिया तो 2 കൊരിന്ത്യർ 6:17 പറയുവാണ്, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. दूसरा कोरिन्थियों 6 का 16 वचन में ये सिखाता है, और मृतकों के साथ परमेश्वर के मंदिर का क्या संबंध है, क्योंकि हम तो जीवित परमेश्वर का मंदिर है। രക്ഷിക്കപ്പെട്ടവനെ വീണ്ടും ജനിക്കപ്പെട്ടവന് ഒരു വേർപാടുണ്ട്. नया सिरे से जन्म लिया तो उनको एक नया जन्म का एक अनुभव है। പിന്നെ നിനക്ക് പാപത്തെ തൊടാൻ പറ്റത്തില്ല. फिर बाद में पीछे मुड़कर पाप करना आपसे मुश्किल होगा। നിനക്ക് പാപത്തോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. पाप से कॉम्प्रोमाइज करना और पाप से मिलके जुलके जीना आपसे नहीं होगा, കാരണം നീ കർത്താവിന്റെ പൈതലാണ്. क्योंकि अभी आप परमेश्वर का संतान हैं। നിങ്ങളുടെ കൂടെയുള്ള പല പിള്ളേരും ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, തെറ്റായ സ്വഭാവമുള്ളവരുണ്ടായിരിക്കും, പക്ഷെ അവരെ പോലല്ല നിങ്ങൾ. मैं बताना चाहता हूँ बच्चे लोग, आप लोगों से आप लोग कुछ लोग गाली देने वाला लोग होगा, गाली अलग अलग बातें करने वाला लोग होगा, फिर भी നിങ്ങൾ
बताना चाहता हूँ, अगर परमेश्वर का संतान है तो മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തെറ്റുകൾ ചെയ്യരുത്. बाकी लोग जैसा करता है हम नहीं कर सकता है, കാരണം കർത്താവ് അപ്പച്ചന് ഇഷ്ടമല്ല. क्योंकि परमेश्वर हमारा पिता को वो पसंद नहीं है. യേശുവായുടെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്നതാണ്. परमेश्वर यीशु मसीह का हृदय पे ये दर्द पहुंचाता है. നിങ്ങളത് ചെയ്യുമ്പോൾ യേശുവായുടെ ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കുക. आप लोग ऐसा बोलने का करने का समय यीशु मसीह का हृदय में दर्द आता है. നിങ്ങൾക്ക് പല തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും മക്കളെ. आपका जीवन में बहुत अपराध या पाप या कमी हुआ होगा. ചിലപ്പോൾ ആരും അത് കണ്ടിട്ടില്ലായിരിക്കും. कोई लोग नहीं देखा होगा. പക്ഷേ ഇന്ന് ഈ രാത്രിയിൽ ഈ മീറ്റിംഗ് ആശീർവാദം പറയുമ്പോൾ നീ പറയണേ, യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ, എന്റെ തെറ്റുകളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് നീ രക്ഷിക്കപ്പെടും. നിന്റെ അകത്ത് യേശു വരും. लेकिन आज का रात का समय में वो सारी अपराधों को पाप को आप कबूल करना चाहते तो आपका हृदय में परमेश्वर यीशु मसीह आएगा, आप उद्धार पाएगा. ഹല്ലേലൂയ. परमेश्वर की स्तुति हो. അതാണ് ഏറ്റവും വലിയ കാര്യം. ये सबसे बड़ा बात है मेरे प्रियो. ഈ ലോകത്തിൽ നമ്മുടെ ചിന്താഗതി ഈ ലോകത്തിൽ വലിയ ആളുകളാകുന്നതാ നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. हम सोचता है दुनिया में भी बड़ा आदमी बनना मेरे लिए बड़ा बात है करके हम सोचता है. നല്ല കാര്യം. ദൈവം നിന്നെ അനുഗ്രഹിച്ച് നല്ല കാറും വീടും ഒക്കെ തന്ന നല്ല രീതിയിൽ നിന്നെ പോഷിപ്പിക്കുന്നെങ്കിൽ ഓക്കെ, നല്ല കാര്യം, നീ അനുഭവിച്ചു. बहुत अच्छी बात है. परमेश्वर हमको बड़ा घर कार और पैसा सब कुछ दिया तो सब कुछ अनुभव करना चाहिए. ദൈവം നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? നിത്യതയാണ്. परमेश्वर आपको दिए हुए सबसे बड़ा आशीर्वाद है वो आनंद जीवन. ദൈവം നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? തന്റെ മകനായിട്ടും മകളായിട്ടും നിന്നെ ദത്തെടുത്തതാണ്. परमेश्वर आपको दिए हुए सबसे बड़ा आशीर्वाद की बात ये है, अपना बेटा बेटी के समान परमेश्वर आपको अपनाया है, गोद लिया है. പലപ്പോഴും നമ്മൾ അതിന്റെ വില അറിയാതെ പാപം ചെയ്യുകയും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ വില മുടക്കിയിട്ടില്ല. कभी कभी हम ये सब बातें भूलते हुए ये बड़ी बातों को उतना मूल्य नहीं देते हुए इसलिए जीता है क्योंकि इसके पीछे जो दर्द है, कितना मूल्य है, हमको पता नहीं है, हम नहीं दिया है. നിനക്ക് വേണ്ടി മുഴുവൻ വിലയും കൊടുത്തത് യേശുവാണ്. आपके लिए पूरा मूल्य वो यीशु मसीह ने दिया है. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ നീ ദുരുപയോഗം ചെയ്യരുത്. ये जो आजादी को आप लोग दुरुपयोग मत करना. ദൈവം തന്ന രക്ഷയെ നീ പാപം ചെയ്ത് ദുരുപയോഗം ചെയ്യരുത്. ये जो दिया हुआ उद्धार को आप लोग हल्का में नहीं लेना. ഹൃദയത്തിന്റെ ആവേശം കൊള്ളുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. कितने लोग हृदय के अंदर से इसका गहरा इसको समझ पा रहा है सुनने का समय. ഹല്ലേലൂയ. ഒന്ന്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തു. രണ്ട്, അവൻ നമ്മളെ ദത്തെടുത്തു. पहली बात ये, दुनिया का स्थापना से पहले ही परमेश्वर हमें चुना है. दूसरी बात है परमेश्वर अपना है और गोद लिया है हमें. മൂന്നാമത്തെ കാര്യം, അവൻ നമ്മളെ വീണ്ടെടുത്തു. റിഡംഷൻ. तीसरी बात है उन्होंने हमको बचाया है, जो रिडम्पशन है. അവനിൽ നമുക്ക് വാക്യം 7 എഫേസ്യർ 1:7 അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. इफिसियों का पत्री 1:7 हमें उनमें उनके लहू के द्वारा छुटकारा है. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. छुटकारा का मतलब है हमें पैसा देकर हमें वो खरीद लिया. He paid the price. उन्होंने हमारे लिए मूल्य दे चुका है. 1 കൊരിന്ത്യർ 7:23 പറയുവാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. पहला कुरिन्थियों 1:23 में लिखा है हमें उन्होंने खरीद लिया है. മനുഷ്യർക്ക് ദാസന്മാരാകരുത്. इंसान का दास हम नहीं बनना है. ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നീ മനുഷ്യനും ഇനി പിശാചിനും അടിമത്തത്തിലല്ല, ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിലാണ്. परमेश्वर में खरीद लिया है, इसलिए इंसान को शरीर का दासत्व में नहीं परमेश्वर में जीने का जरूरत है. ഹല്ലേലൂയ. എബ്രായർ 9:12 പറയുവാണ്, അതിന് കൊടുത്ത വിലയെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രായർ 9:12 ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. इब्रानियों का पत्र 9:12 में लिखा है, और बकरे और बछड़ों के लहू के द्वारा नहीं पर अपने ही लहू के द्वारा एक ही बार पवित्र स्थान में प्रवेश किया और आनंद छुटकारा प्राप्त किया. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന 1 പത്രോസ് 1:18 നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. पहला पत्रोस 1:18 में लिखा है, क्योंकि तुम जानते हो कि तुम्हारा निकम्मा चाल चलन जो
बाप दादों से चला आता है, उसने तुम्हारा छुटकारा चांदी सोने अर्थात नाशवान वस्तुओं के द्वारा नहीं हुआ। ഹല്ലേലൂയ. നിങ്ങൾ ഈ വീണ്ടെടുപ്പിലൂടെ നമുക്ക് ലഭിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ये छुटकारे से द्वारा हमको मिले हुए कुछ बातें हैं। ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? पहली बात क्या है पता है? പാപമോചനം. हमारा पाप से हमको मोचन या पाप से मुक्ति मिला है। എടുത്ത് വായിക്കാൻ സമയമില്ല. കൊലോസ്യർ 1:14 പറയുന്നു അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. कोलोस्सी में पत्री 1:14 में लिखा है, उनमें यीशु मसीह में हमारा पापों का एक मोचन या हमारे पापों से छुटकारा है। യേശു ക്രിസ്തു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് മുഖാന്തരം यीशु मसीह हमारे लिए सूली पर मारा, इसलिए നിങ്ങളെ വില കൊടുത്ത് വീണ്ടെടുക്കുന്നതിനാൽ हमें उन्होंने खरीद लिए, छुटकारा के लिए खरीद लिए। इसलिए പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നടന്നു. मुख्य रूप से 5 बातें हुआ। അതിലൊന്ന് പാപമോചനം, पहले बात है पापों से छुटकारा, 2 നീതീകരണം, हमारे जीवन में हमको धर्मी ठहराया, ദൈവം നിന്നെ നീതിമാനായിട്ട് അംഗീകരിച്ചു. परमेश्वर हमें धर्मी रूप से हमको अंगीकार किया। റോമാലേഖനം 3:24 പറയുന്നു അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടത്. रोमियो का पत्री उसका 3 अध्याय उसका 16 वचन में लिखा है, परमेश्वर उनकी कृपा में हमें उनके लिए छुटकारे में अपना लिया है। ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? നീതീകരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? धर्मी ठहराने का मतलब क्या है? പാപത്തിന്റെ ഷർട്ടുമായിട്ട് നടന്ന എന്റെ ഷർട്ട് ദൈവപുത്രൻ ധരിച്ചിട്ട് ദൈവത്തിന്റെ നീതിയുടെ വസ്ത്രം എന്നെ ധരിപ്പിക്കുക. ऐसा मानो हमारा जो कपड़ा पाप का था वो परमेश्वर का पुत्र ने लेकर हमें एक धर्मी ठहराने के लिए कपड़ा पहनाया। അവൻ എനിക്ക് വേണ്ടി പാപമായി. उन्होंने मेरे लिए पाप बना। അവൻ പാപിയല്ലായിരുന്നു. യേശു പാപിയല്ലായിരുന്നു. वो पाप ही नहीं है, അവനിൽ പാപമില്ല. उनमें पाप नहीं है, അവൻ പാപം ചെയ്തിട്ടില്ല. उन्होंने पाप नहीं की है। എല്ലാം ദൈവവചനത്തിലുണ്ട്. ये सब बातें पवित्र वचन में है। കോടതികൾ മാറി മാറി നോക്കിയിട്ടും അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റിയില്ല. अलग अलग लोगों ने उनके जीवन में देखा, इसका ऊपर कोई अपराध नहीं जान पाया। പിന്നെ എന്തിനാ യേശു മരിച്ചത്? फिर भी क्यों यीशु मसीह मरा? എന്നെ നീതിമാനാക്കാൻ, मुझे धर्मी बनाने के लिए, എന്നെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാക്കാൻ, मुझे स्वर्ग राज का एक बच्चा संतान बनाने के लिए। പാപിയായിരുന്ന എന്റെ ലേബൽ മാറ്റിയിട്ട് മകനെന്ന ലേബൽ എനിക്ക് തരുന്നതാണ് ക്രൂശിന്റെ സ്നേഹം. जो मैं पापी था वो जो सावधानी मानते हुए क्रूस का बेटा और बेटी बनाने के लिए। എത്ര പേർക്ക് ഇത് സന്തോഷമുണ്ട്? कितने लोग ये बातों पर खुशी है? ദൈവത്തിന്റെ ക്രൂശിന്റെ സ്നേഹം എന്താണെന്നറിയാമോ? ओ यीशु मसीह का क्रूस का प्यार क्या है, आप लोग समझते हो? എന്റെ ലേബൽ മാറ്റുന്നതാണ്. मेरा नाम बदल दिया। ഹല്ലേലൂയ. हालेलुया। എന്നെ നീതിമാനായിട്ട് അംഗീകരിച്ചു. हमें उन्होंने धर्मी ठहराया। എന്റെ റിസ്റ്റോറേഷൻ നടന്ന സ്ഥലമാണ്. इधर मेरा छुटकारा हुआ है, मुझको वापस जीवन मिला है। ഗലാത്യർ 3:13 പറയുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. സകല ശാപവും എന്റെ ലൈഫിൽ നിന്നും മാറ്റിയതാണ് ക്രൂശ്. गलाती का पत्र 3:13 में लिखा है, मसीह ने जो हमारे लिए शापित बना हमें मोल लेकर व्यवस्था के शाप में छुड़ाया, क्योंकि लिखा है जो कोई काट पर लटकाया जाता है वह शापित है। സകല രോഗങ്ങളിൽ നിന്നുള്ള വിടുതലിന്റെ മേലാണ്. चौथा बात है, सारी बीमारियों से छुटकारा मेरे जीवन में हुआ। പത്രോസ് 2:24 പറയുന്നു നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. पहला पत्र 2:24 में लिखा है, वह आपकी हमारे पापों की अभी देख पर लिए हुए क्रूस पर चढ़ा गया, जिसमें हमें पापों के लिए मार कर धार्मिकता के लिए जीवन बचाए, उसी के मार खाने से तुम चंगा हुए। എന്റെ പാപത്തിന്റെ പരിഹാരമാണ് ക്രൂശ്. मेरा पाप की परिहार के लिए वो सूली है। എന്നെ നീതിമാനായിട്ട് അംഗീകരിക്കുന്ന സ്ഥലമാണ് ക്രൂശ്. मुझे धर्मी ठहराने वाला स्थान है वो सूली। എന്റെ കുടുംബത്തിന്റെ മേലും എന്റെ ജീവിതത്തിന്റെ മേലുള്ള എല്ലാ ശാപങ്ങളും എടുത്തു മാറ്റുന്ന സ്ഥലമാണ് ക്രൂശ്. मेरा परिवार में, मेरा जीवन में कितना श्राप है उसको निकालने वाला स्थान है वो क्रूस। എന്റെ രോഗത്തിന്റെ സൗഖ്യം നടക്കുന്ന സ്ഥലമാണ് ക്രൂശ്. मेरी बीमारियों से चंगाई का जगह है वो क्रूस। എന്റെ രൂപാന്തരം നടക്കുന്ന സ്ഥലമാണ് ക്രൂശ്. मेरा नया एक जन्म होने का जगह है वो क्रूस। 1 കൊരിന്ത്യർ 6:19 പറയുന്നു पहला कोरिन्थियों 6:19 में लिखा है, ദൈവത്തിന്റെ ദാനമായി परमेश्वर का दान है, നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ आप में जो है पवित्र आत्मा है, മന്ദിരമാകുന്ന നിങ്ങളുടെ
ആകിയാൽ क्योंकि आप लोगों को खरीद लिया है इसलिए നിങ്ങൾ സാത്താന്മാർക്കുള്ളവരല്ല. इसलिए आप के लिए नहीं है. നീ യേശുവിനെ അറിയുന്നതിന് മുമ്പ് വരെ നീ പാപത്തിന്റെ ഗാർബേജ് ബോക്സ് ആയിരുന്നു. എന്നാൽ യേശു നിന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നീ ഇനിയും ദൈവത്തിന്റെ മന്ദിരമാണ്. आप लोग प्रभु को जानने से पहले आप इस दुनिया के जीवन में थे. जब से लेकर आप लोग यीशु मसीह को जान लिया तब से लेकर आप लोग परमेश्वर का मंदिर है. പാപത്തിന്റെ ഗാർബേജ് ബോക്സ് ആയിരുന്ന എന്നെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാക്കുന്ന സ്ഥലമാണ് ക്രൂശ്. आप लोग जो और हम लोग जब पाप का कचरा का स्थान था वो स्थान से हमें बचाने के लिए परमेश्वर का क्रूस है. ദൈവം എനിക്ക് വേണ്ടി മുടക്കിയതല്ല. इसलिए वो बातें परमेश्वर मेरे लिए मूल्य दे चुका है. വേറെ ഒന്നും നിങ്ങളുടെ തലയിൽ കയറിയില്ലേ? आप लोग का सिर पर और कुछ बातें नहीं समझ पाया तो भी ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യം നിങ്ങളുടെ തലയിൽ കയറണം. आप लोगों को ये बात आप लोग बहुत जरूरी समझने की जरूरत है. നിനക്ക് നിന്റെ പാപത്തിന് വേണ്ടിയുള്ള എല്ലാ പരിഹാരവും നടത്തിയ സ്ഥലമാണ് ക്രൂശ്. आपका पाप के लिए सारी परिहार को किए हुए वो जगह है वो क्रूस. ആ യേശു നിന്റെ ഹൃദയത്തിൽ വരാൻ वो यीशु मसीह आपके हृदय में आने के लिए നീ ഒരു സാധനവും നേർച്ച കൊടുക്കണ്ട. आप और कुछ बातें नहीं देने का जरूरत है. നീ ഒരു പൈസയും കൊടുക്കണ്ട. कोई पैसा देने का भी जरूरत है नहीं है. ഒന്നും ചെയ്യണ്ട. आप कुछ नहीं करना है. നീ വിശ്വസിച്ചാൽ മാത്രം മതി. सिर्फ विश्वास करना. നിന്റെ കഴിവുകൊണ്ടോ आपका काम करने का लायक हो അല്ല, ऐसा वाला कुछ बातों की वजह से नहीं है. യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ, यीशु मसीह मेरा हृदय पर आना. അങ്ങന്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. आप मेरा उद्धार करता है करके विश्वास करता हूँ. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. आप मेरे लिए मरा है करके मैं विश्वास करता हूँ. എന്നാൽ ഹൃദയത്തിൽ വിശ്വസിച്ച് ये बातें कितने लोग हृदय पर विश्वास किया है. വാഗോട്ട് ഏറ്റു പറയുമ്പോൾ आपका मुंह से ये बातें दोहराया हो. നിന്നിൽ നടക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. आपका अंदर एक काम चलता है. അതാണ് വീണ്ടും ജനനം. वो बात है नए सिरे से जन्म लेना. നമുക്ക് വില കൊടുക്കണ്ട. इसके लिए कोई मूल्य आप नहीं देना है. വില കൊടുക്കണ്ട. इसके लिए कोई मूल्य नहीं देना है. हालेलुया. ഇതിനകത്ത് ദൈവത്തിന്റെ ഈ ബ്ലെസ്സിംഗ് അനുഭവിക്കാത്ത ആരെയുണ്ട് ഇന്ന് കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ട് നീ പോകാം. आप लोगों के बीच में से किसी ने ये आशीर्वाद नहीं पाया तो आज प्रभु का हाथों में सौंपते हुए से जाना. വെരി സീരിയസ്. ये बात तो बहुत गंभीर रूप से बताता हूँ. ഹല്ലേലൂയ. ഞാൻ എല്ലാവരോടും പറയുന്നത് സ്വർഗ്ഗത്തിൽ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. सबसे मुख्य बात है स्वर्ग राज्य में प्रवेश करना. പലപ്പോഴും നമ്മുടെ ദർശനം മങ്ങിപ്പോയി. कभी कभी हमारा दर्शन का कमी हो जाता है. നിത്യതയെക്കുറിച്ച് മാനസാന്തരത്തെ പറ്റിയുള്ള പ്രസംഗങ്ങൾ പറഞ്ഞുപോയി. आनंद जीवन के बारे में मन फिराने के बारे में प्रचार करना चुका है. സ്വർഗ്ഗത്തിൽ പോകാൻ എല്ലാ ദിവസവും നമ്മൾ മാനസാന്തരപ്പെടണം. हर दिन हम मन फिराने का जरूरत है. स्वर्ग राज्य में प्रवेश करना है നമ്മുടെ तो പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ചില്ലെങ്കിൽ കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ രൂപാന്തരം പ്രാപിക്കുന്നില്ല. हमारा पापों को कबूल करते हुए परमेश्वर के सामने अब कबूल नहीं किया तो जब उनका ध्वनि और उनका वाणी आएगा, उनका आवाज आएगा तब जाना नहीं होगा. എനിക്ക് ബാക്കി എല്ലാ ബ്ലെസ്സിങ്സിനെ പറ്റി പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. बाकी सारी आशीर्वाद के बारे में बताने के लिए समय नहीं है. നിങ്ങളെ ലോക മനുഷ്യനും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? दुनिया के लोगों का और हमारे बीच में फर्क ये है मेरे प्रियो. അവരുടെ പ്രതീക്ഷകൾ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നു. उनका आशा इस दुनिया में भी समाप्त होगा. അവർ ഈ ലോകത്തിലെല്ലാം വെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ എല്ലാം ഉപേക്ഷിച്ചിട്ട് മരണത്തിന് എല്ലാവരും കീഴടങ്ങിയേ പറ്റത്തുള്ളൂ. उन्होंने इस दुनिया में सब गंवा के रखा होगा, फिर भी सबको छोड़ते हुए मृत्यु को सामने सिर झुकाते हुए लोग इस दुनिया से चले जाता है. യേശു ഇല്ലാതെ മരിച്ചവൻ, यीशु मसीह जिसका जीवन में नहीं है वो मृत्यु हुआ तो യേശു ഹൃദയത്തിൽ ജനിക്കാതെ മരിച്ചവൻ, यीशु मसीह हृदय में जन्म नहीं लिया वो जो व्यक्ति അവൻ എത്ര വെട്ടിപ്പിടിച്ചവനാണെങ്കിലും, वो मरने के बाद वो मरने से पहले कितना कमाया भी, അവൻ എത്ര നന്മ ചെയ്തവനാണെങ്കിലും, कितनी अच्छे काम भलाई का काम किया तो भी ദൈവവചനം പറയുന്നു परमेश्वर के वचन में ऐसी അവൻ कहता है സ്വർഗ്ഗത്തിൽ പ്രവേശിക്കത്തില്ല. स्वर्ग राज्य में प्रवेश नहीं कर पाएगा. എന്നാൽ നിനക്കൊന്നുമില്ലെങ്കിലും, फिर भी तुझको कुछ नहीं है तो भी, നീ ഒന്നുമില്ലാത്തവനാണെങ്കിലും, तेरा जीवन में कुछ नहीं है तो भी, യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, यीशु तेरा हृदय में है तो, യേശു നിന്റെ ഹൃദയത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, यीशु तेरा हृदय पर जन्म लिया तो കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ परमेश्वर का आवाज आने का നീ समय ഉയർക്കും നിശ്ചയം. तू जिंदा होगा और जी उठेगा. ये सच्ची നിന്റെ बात है. മർത്യമായ ശരീരം जो मरा हुआ शरीर है അമർത്യതയെ ധരിക്കും. अमर्त्य होगा या वो जी उठेगा.
ജയം വരും. क्योंकि मृत्यु का ऊपर आप विजय पाएगा। ഞാൻ എല്ലാവരോടും പറയുകയാണ്, मैं आपसे बताना चाहता हूँ കർത്താവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും നടക്കും. परमेश्वर का आना दूसरी आगमन कभी भी हो सकता है। എനിക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങളോട് വേറെ പല കാര്യങ്ങളൊക്കെ ഇത് ടോക്ക് ചെയ്യായിരുന്നു. आप लोगों से और कुछ बातें भी मैंने बता सकता था। യൂത്തിന്റെ ഇടയിൽ യൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് എടുക്കായിരുന്നു. जवान लोगों के बीच में जवानी लोगों का समान बात कर सकता था। പക്ഷേ പരിശുദ്ധാത്മാവിൽ ഈ കുഞ്ഞുങ്ങളോട് ഇവർക്ക് എത്രത്തോളം ഇത് ഗ്രഹിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇനി ഞാൻ വിതച്ചിടുവാണ്, കുഞ്ഞുങ്ങളെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. ഇന്ന് നീ നിന്റെ ലൈഫ് യേശുവിന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ നിന്റെ അകത്ത് ഒരു ജീവൻ വരും. അതിന്റെ പേരാണ് നിത്യജീവൻ. पवित्र आत्मा ने मुझे याद दिलाने के लिए बोला है, इन दुनिया और संसार के अनुसार नहीं, आप भी यीशु मसीह का जानते हुए इस उद्धार में छुटकारे में जिया तो आपका जीवन को आनंद जीवन मिल गया है। ഞാൻ പള്ളിയിൽ പോയതുകൊണ്ടോ, ഞാൻ എത്ര വലിയ പാട്ടുകാരനായതുകൊണ്ടോ, ഞാൻ പ്രസംഗകനായതുകൊണ്ടോ ഞാൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. कितना बड़ा प्रचारक हूँ, कलीसिया में जाता हूँ, गायक हूँ करके सोच जाता हूँ भी स्वर्ग राज्य में प्रवेश नहीं कर पाएगा। യേശുവുമായിട്ട് നിരന്തരം ബന്ധം എനിക്കില്ലെങ്കിൽ, यीशु मसीह से हर दिन का रिश्ता मेरे जीवन में नहीं है तो, വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ, आपके जीवन में व्यक्तिगत रूप से रिश्ता नहीं है तो, കർത്താവുമായിട്ടുള്ള ബന്ധം ഞാൻ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, परमेश्वर से आपका रिश्ता नहीं है तो, പാപക്ഷമ ഞാൻ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, पापों से क्षमा आपने नहीं पाया तो, ഹല്ലേലൂയ, നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ പറ്റില്ല. आनंद जीवन में प्रवेश करना हमसे नहीं होगा। ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. बच्चे लोगों आप लोग बहुत अच्छे से सुनने की जरूरत है। ഒരു കാര്യം കൂടെ പറയുന്നത് നിർത്താൻ പോവാം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. कोई और कुछ बातें बोलते हुए समाप्त करता हूँ, प्रार्थना करेंगे। ബൈബിളിൽ ഒരു മനുഷ്യന്റെ പേരാണ് നിക്കോദിമോസ്. निकोदेमस करके एक इंसान बाइबल के अंदर है। നിക്കോദിമോസ് ആരാണെന്ന് അറിയാമോ? निकोदेमस कौन है पता है? അന്നത്തെ സന്നിഹിതരി സംഘത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. वो दिन का जो नबी और वो दिन का जो अच्छा से पढ़े लिखे लोगों का बीच में से एक व्यक्ति था। ഈ സന്നിഹിതരി സംഘം എന്ന് പറഞ്ഞാൽ ജൂയിഷിന്റെ സുപ്രീം കോടതിയാണ്. നമ്മുടെ സുപ്രീം കോടതി ഉള്ളതുപോലെ ജൂയിഷിന്റെ സുപ്രീം കോടതിയായിരുന്നു സന്നിഹിതരി സംഘം. 70 ആളുകളോട് പുരോഹിതന്മാരൊക്കെ ഉള്ള, മഹാപുരോഹിതരൊക്കെ ഉള്ള ഒരു സംഘമായിരുന്നു സന്നിഹിതരി സംഘം. महापुरोहित या पुरोहितों के बीच में, जो यहूदी लोगों के बीच में, आज हमारा सुप्रीम कोर्ट में जैसा लोग है वैसा ही एक जगह का एक व्यक्ति था। അത്രയും പൊസിഷനിൽ ഇരുന്ന മനുഷ്യൻ, इतना बड़ा स्थान पे था ऐसा वाला एक इंसान। ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന മനുഷ്യൻ. परमेश्वर का वचन अच्छे से जानकारी किया था उन्होंने। ആ മനുഷ്യൻ രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നു. उन्होंने रात को परमेश्वर यीशु मसीह को मिलने के लिए आया। അവന്റെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞു, यीशु मसीह उनका चेहरा पर देखकर बताया, ഞാൻ നിന്നോട് പറയുന്നു, मैं तुझसे बताता हूँ, നീ പുതിയതായിട്ട് ജനിച്ചില്ലെങ്കിൽ तो नया जन्म नहीं लिया तो ദൈവരാജ്യം കാണത്തില്ല. परमेश्वर का राज नहीं ले पाएगा। അത്രയും വലിയ ആളെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മുടെ എല്ലാം മുഖത്ത് നോക്കി ഇതേ കാര്യമാണ് യേശു പറയുന്നത്. നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ, യേശുവുമായിട്ട് ബന്ധത്തിൽ നടന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. और उतना बड़ा लोग के सामने जाकर उनकी चेहरे पर देखकर भी बता सकता है, तो नए सिरे से जन्म नहीं लिया तो, उधर नहीं पाया तो परमेश्वर के राज में प्रवेश तेरे लिए नहीं मना किया है। അപ്പോൾ നിക്കോദിമോസ് ചോദിച്ചു, എങ്ങനെയായിരിക്കും ജനിക്കുന്നത്? तब निकोदेमस ने पूछा, मैं कैसा नया जन्म लेना है? അമ്മയുടെ വയറ്റിൽ ഒന്നുകൂടെ കയറി ജനിക്കണോ? कैसा मैं मेरा माता का पेट पर फिर जाकर जन्म लेना है? അങ്ങനെ പറയുവാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നീ സ്വർഗ്ഗത്തിൽ പോകില്ല. यीशु मसीह ने बोला, पानी और आत्मा से जन्म नहीं लिया तो स्वर्ग राज तेरे लिए नहीं है। ഈ വചനം മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെ കർത്താവ് നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. परमेश्वर आपका हृदय में आने के लिए आपको प्रार्थना जरूर करना। ഈ പ്രസംഗം ഒന്നും മനസ്സിലായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങളെ കാട്ടുകളൊക്കെയാണ് യേശുവായി എന്റെ ഹൃദയത്തിൽ ഒന്ന് ജനിക്കണേ, എന്റെ ജീവിതം എന്റെ യേശുവായി ഞാൻ തരുന്നെന്നൊന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിന്റെ കർത്താവിന്റെ അടുത്ത് परमेश्वर से आप लोग ऐसा प्रार्थना करना, परमेश्वर यीशु मसीह आप मेरे हृदय पे आना और हृदय पे निवास करना और जरूर आएगा। എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. आप सब लोग खड़ा हो जाएंगे। ഈ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. ये जो सुने वो वचन के सामने हम खुद को समर्पण करेंगे। ഇന്ന് നിങ്ങൾ ഇവിടെ വന്നത് വെറുതെ അല്ല. आप लोग इधर ऐसे ही नहीं आया है, എന്നെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. आपको चुना है, ऐसा एक परमेश्वर है। എന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും മറ്റുള്ളവർക്കെല്ലാം പുച്ഛമായിരിക്കും, പക്ഷെ ദൈവത്തിന് നീ വിലയേറിയവനാണ്. अड़ोस पड़ोस लोग, आपका देश लोग के सामने आप एक बेकार व्यक्ति होगा, फिर भी आपको परमेश्वर ने चुन लिया है। അവൻ നിന്നെ തെരഞ്ഞെടുത്തു. परमेश्वर आपको चुन लिया है। മകനും മകളുമായിട്ട് അവൻ തെരഞ്ഞെടുത്തു. बच्चा और बच्ची का समान आप उनको चुन लिया है। നിനക്ക് വേണ്ടി അവൻ വില കൊടുത്തു. उन्होंने आपके लिए खर्चा किया है। 3 കാര്യങ്ങൾ കേട്ടോ. 3 बातें आप लोग सुने हैं आज। നമ്മളെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ
परमेश्वर से रिश्ता में നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ हम कहाँ पे भी हमारा कमजोरी हुआ तो ആരെങ്കിലും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലേ अगर किसी ने यीशु मसीह को हृदय में स्वीकार नहीं किया तो ഒരാൾ സ്വീകരിച്ചാൽ വലിയ കാര്യമാണ് एक व्यक्ति स्वीकार किया तो भी बड़ी बात है ചിലപ്പോൾ ഈ സന്ദേശം ഒരാൾക്ക് വേണ്ടിയായിരിക്കും ये शायद एक संदेश एक ही व्यक्ति के लिए होगा सब लोग आँख बंद करना सब लोग